പായം പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന വികസന മുരടിപ്പിനെതിരെ UDF കുറ്റപത്രം പുറത്തിറക്കി രംഗത്തെത്തി. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് UDF ഉന്നയിക്കുന്നത്. ഇതിൽ ഒന്ന് കുടുംബശ്രീയുടെ പേരിൽ ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച റെസ്റ്റോറന്റാണ്. കൊട്ടിഘോഷിച്ച് തുറന്ന ഈ സംരംഭം ശമ്പളവും വാടകയും നൽകാൻ കഴിയാതെ ഏതാനും മാസങ്ങൾക്കകം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം പുതുമുതൽ എന്നതിലുപരി ഇപ്പോൾ ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസന ഫണ്ടുകൾ ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ പായം പഞ്ചായത്തിലെ ജനകീയ ആവശ്യങ്ങൾ മുടങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച മൾട്ടി ലൈബ്രറി നിലവിൽ ഉപയോഗശൂന്യമാണ്. ഇപ്പോൾ ഇത് വുമൻസ് ഫിറ്റ്നസ് സെന്ററായി പ്രവർത്തിക്കുകയാണെന്നും UDF ആരോപിച്ചു. ഒട്ടനവധി പ്രദേശങ്ങളിലെ കോൺക്രീറ്റ് റോഡുകളും റീടാറിങ്ങുകളും ഒരു ഭാഗം മാത്രം പൂർത്തീകരിച്ച് ഉപേക്ഷിച്ചു. ഉപയോഗശൂന്യമായ കെട്ടിടത്തിനു വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ലോൺ അടച്ചു തീർക്കുന്നു. കൊട്ടിഘോഷിച്ച വള്ളിത്തോട് ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് നവീകരണം എന്നിവയും പാഴ് വാഗ്ദാനങ്ങളായി അവശേഷിക്കുകയാണ്. ജനങ്ങളെയും ജനപക്ഷക്ഷേമ പ്രവർത്തനങ്ങളെയും മറന്ന് ഭരണസമിതി പാഴ് പ്രചാരണങ്ങളും ഉദ്ഘാടനങ്ങളും നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നുവെന്നും UDF കുറ്റപത്രത്തിൽ പറയുന്നു. വികസന രംഗത്തെ ഈ മുരടിപ്പിന് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരം പറയണമെന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ UDF ശക്തമായി പോരാടുമെന്നും നേതാക്കൾ അറിയിച്ചു. പായം ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ച് നിഷ്പക്ഷമായും സത്യസന്ധമായും വിലയിരുത്തിയാൽ അത് തികഞ്ഞ പരാജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിനെതിരെ തന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം തന്നെ ഈ തിയേറ്റർ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ വലിയ കൊട്ടിഘോഷിച്ച് വള്ളിത്തോട്ടിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊന്നും നടപ്പായിട്ടില്ല. പഞ്ചായത്തിൽ നമുക്കറിയാം, ഏറ്റവും വലിയ കൊട്ടിഘോഷിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു സംഗതിയാണ് പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറി. 1 കോടിയിലധികം രൂപ അതിനുവേണ്ടി ചെലവഴിച്ച് ഉണ്ടാക്കിയ ആ ലൈബ്രറി അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഡിജിറ്റൽ ലൈബ്രറി ലേഡീസ് ഫിറ്റ്നസ് സെൻ്ററായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ പേരിലും ലക്ഷക്കണക്കിന് രൂപ, ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ അതിൻ്റെ പേരിലും ചെലവഴിച്ചിട്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതൊന്നും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത പദ്ധതികളായി കോടിക്കണക്കിന് രൂപയുടെ ഇത്തരം പദ്ധതികൾ മാറുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പഴശ്ശിയുടെ ജലസേചന പദ്ധതിയുടെ സ്ഥലം കിട്ടിയെന്നും കിട്ടിയില്ലെന്നും ഓർഡർ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പല വിവാദങ്ങളുണ്ടായ ആ സ്ഥലത്ത് ഏതാണ്ട് വലിയ സംഖ്യ പഞ്ചായത്ത് ചെലവഴിച്ച് സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ആരംഭിച്ചെങ്കിൽ പോലും ഒരു കാര്യവും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികളാണെങ്കിലും റോഡുകളുടെ അവസ്ഥയാണെങ്കിലും എല്ലാം വളരെ ശോചനീയമാണ്. അതുപോലെ തന്നെ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പേരിൽ നടത്തിയിട്ടുള്ള ഒരുപാട് അഴിമതികൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടെന്ന് പരക്കെ നാട്ടിൽ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജില്ലയിൽ തന്നെ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി ആയി വാങ്ങിച്ചുകൊണ്ട് കുന്നോത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു ഹോട്ടൽ, കുടുംബശ്രീ ഹോട്ടൽ, അത് ജില്ലയിലെ നമ്പർ 1 പ്രൊജക്റ്റാണെന്നാണ് ഉദ്ഘാടന സമയത്ത് ഉൾപ്പെടെ പറഞ്ഞതും കൊട്ടിഘോഷിച്ചതും. പക്ഷേ അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് ശമ്പളം പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് പൂട്ടി, ജില്ലയിലെ ഏറ്റവും മാതൃകാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ച ആ സ്ഥാപനം പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കകത്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. SC/ST ഫണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള വീടുകൾ, ആ വീടുകൾ വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് വരുന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് ഓഡിറ്റർമാർ പരാമർശിക്കുകയും പല കാര്യങ്ങളും ഓഡിറ്റിൻ്റെ അകത്ത് തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനിതാ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് കൊടുത്ത സബ്സിഡികളൊക്കെ ആ സബ്സിഡി വാങ്ങിച്ചുകൊണ്ടതിന് ശേഷം അത്തരം സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അങ്ങനെ തികഞ്ഞ ഒരു പരാജയമായിരുന്നു പായം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം. അതുപോലെ തന്നെ പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും 2 UDFൻ്റെ കോൺഗ്രസിൻ്റെ 2 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മാത്രമാണ് ഈ 18 മെമ്പർമാരുള്ളത്. അവരൊന്നും പല കാര്യങ്ങൾ പറഞ്ഞാലും അതിനെയൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കുകയോ അതിന് യാതൊരുവിധ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള നിലയ്ക്ക് പോലും കൊടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല പാർട്ടി മീറ്റിങ്ങുകൾക്കകത്തും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കില്ല എന്നുള്ളത് ഞാൻ അനുഭവസ്ഥൻ കൂടിയാണ്. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായും UDF പാർലമെൻ്ററി പാർട്ടി ലീഡറായും പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും
ആ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പഞ്ചായത്ത് ഭരണാധികാരികളും ഞങ്ങളോടൊക്കെ കാണിച്ചിട്ടുള്ള സമീപനം എന്താണെന്നുള്ളത് ഞങ്ങൾക്കെല്ലാം വളരെ നല്ല ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ 2 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് എന്നുള്ളത് കൊണ്ട് അവരിതിനെ എതിർത്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തൊന്നും വലിയ യുക്തിസഹമല്ല. ഇപ്പോൾ ഈ കല്ലുമുട്ടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യമാണെങ്കിലും മാടത്തിലെ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണെങ്കിലും ഈ നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറിയുടെ കാര്യമാണെങ്കിലും വള്ളിത്തോട്ടിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആ വിഷയത്തിൻ്റെ അകത്ത് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത കാര്യമാണെങ്കിലും നമ്മുടെ നാട്ടിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം, കുടിവെള്ള പദ്ധതിയുടെ കാര്യം, ലൈഫ് മിഷനിലെ വീടുകളുടെ ശോചനീയാവസ്ഥ, SC/ST ഫണ്ടിൻ്റെ വിനിയോഗിച്ചതിലെ ദുർവിനിയോഗം, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കുടുംബശ്രീ പ്രൊജക്റ്റുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും കുടുംബശ്രീ മിഷനിൽ നിന്നെല്ലാം സബ്സിഡി വാങ്ങി അത്തരം കാര്യങ്ങൾ പൂട്ടിപ്പോയത്, കൊട്ടിഘോഷിച്ച് നടത്ത കുന്നോത്തിലെ ജില്ലാ തലത്തിൽ തന്നെ ആരംഭിച്ച ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ, അത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണല്ലോ, ലക്ഷക്കണക്കിന് രൂപ കുടുംബശ്രീ മിഷൻ്റെ സബ്സിഡിയായി വാങ്ങി കുടുംബശ്രീ ഹോട്ടൽ എന്നുള്ള നിലയ്ക്ക് വലിയ നിലയ്ക്ക് ആരംഭിച്ച സ്ഥാപനം ഉൾപ്പെടെ പൂട്ടിപ്പോയത് കേവലം രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറയുന്നതാണോ? ആളുകൾക്കിത് നോക്കിയാൽ കാണുന്ന കാര്യങ്ങളല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നുള്ളത്, സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളൂ.